जय बिहार जय गोपी जनवल्लभा जय गिरिवरधारी जय गोपी जनवल्लभा गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनातीरा वनचारी जय राधा माधव जय कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेवा नित्य गुरु हरि बोल हरि बोल हरि बोल नित्याय गौर हरि बोल नित्याय गौर हरि बोल हरि बोल हरि बोल नित्याय गौर हरि बोल प्रभुपाद की जय गुरु महाराज की जय आनंद बड़े की जय श्रीमद् भागवत गीता भागवतम की जय മാതാജി ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം പ്രഭു. താങ്ക് യു. ഗുരുവിൻ്റെ കൃപയാലും പ്രഭാതിൻ്റെ കൃപയാലും എല്ലാ വൈഷ്ണവരുടെ കൃപയാലും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ ചാൻസ് കിട്ടിയിരിക്കുന്നത് ശ്രീമദ് ഭാഗവതം ഫസ്റ്റ് ക്യാൻഡോ 7-ാമത്തെ അധ്യായം 15-16 ശ്ലോകം. നമുക്കതൊന്ന് വായിക്കാം. പ്രഭുപാദ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കുന്നതിന് മുന്നേ നമുക്കിന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാകാനും നമുക്കത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാനും നമുക്ക് അത് പറ്റട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇതിനു മുന്നേ ആദ്യത്തെ ചാപ്റ്ററെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴാണോ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് മനസ്സ് തയ്യാറാകുന്നത്, മനസ്സെപ്പോഴാണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നത്, അപ്പോഴത്തന്നെ ഭാഗവതം നമ്മൾ എപ്പോഴും പഠിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നു, അപ്പോഴത്തന്നെ ഭഗവാൻ വന്നിട്ട് നമ്മുടെ ഹൃദയകമലങ്ങളെ ശുദ്ധീകരിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കും, ഹൃദയകമലങ്ങളിൽ വന്നിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അടുത്ത ഒരു 45 മിനിറ്റ്സ് നമുക്ക് എങ്ങനെ നമുക്ക് ഭഗവാനെ ഉറച്ച് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഇരിക്കാം, ഭഗവാനെ പുറത്ത് വിടാതെ നമുക്ക് ഫുൾ ടൈം നമുക്ക് ഭഗവാനെ ഹൃദയത്തിൽ വെച്ചിരിക്കാനായിട്ട് നോക്കാം. കാരണം ബാക്കിയുള്ള ടൈം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇനി ജോലിയുടെ കാര്യത്തിലോട്ട് പോകും, ബാക്കിയുള്ള കാര്യത്തിലോട്ടെല്ലാം പോകും, വീട്ടിലെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫുൾ ടൈം അങ്ങനെ നോക്കാൻ പറ്റിയെന്ന് വരില്ല. ചില ഡിവോട്ടീസിന് പറ്റും, കൃഷ്ണകൃപയാൽ അവർക്ക് പറ്റും, ഭഗവാന്റെ കാരുണ്യത്തിൽ പറ്റും. എൻ്റെ കാര്യമൊക്കെ ഇച്ചിരി പാടാണ്. കാരണം നമ്മൾ ഡെയിലി ഡ്യൂട്ടി പോകുന്നേരം നമ്മൾ അവിടുത്തെ പ്രഷറും കാര്യങ്ങളും കാരണം നമ്മളത് മറന്നു. പക്ഷെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഭഗവാനെ ആലോചിക്കും. എന്നിരുന്നാലും നമുക്കിത് ഈ അടുത്തൊരു ഒരു 40 മിനിറ്റ് നമുക്ക് എങ്ങനെ ഭഗവാനെ നമ്മുടെ ഹൃദയകമല്ലെങ്കിൽ വയ്ക്കാമെന്ന് നോക്കാം. എല്ലാവരും ഇത് മനസ്സിലാക്കണം. പ്രഭുവിനെ കാണുന്നില്ല. ആണോ? സോറി, ഒരു മിനിറ്റ് മാജി. ആണുണ്ട്. ഓക്കെ.
ഓക്കെ, കാണാം പ്രഭു, കാണാം. താങ്ക് യു അപ്പൊ നമുക്കത് ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മഹേശ്വര മഹാരാജ് പറഞ്ഞതുപോലെ ഈ കീ ആയിട്ടുള്ള ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള 3 തവണ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഭഗവാന്റെ അടുത്ത്. ഈ ശ്ലോകങ്ങളിൽ ഇതിൽ നിന്ന് എന്താണോ നമുക്ക് പഠിക്കാനുള്ളത് അത് മനസ്സിലാക്കാൻ പറ്റട്ടെ എന്നുള്ളത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോക്യ ഭക്തിർഭവ്യനിഷ്ഠകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം യത്കൃപാദമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ. ക്യാൻഡോ 1 അധ്യായം 7 15-ാമത്തെ ശ്ലോകം. മാതാ ശിശൂനാം നിധനം സുതാനാം നിശമ്യ ഘോരം പരിതപ്യമാനാ തദാരുദത് ബാഷ്പകലാകുലാക്ഷി താം സാന്ദ്വയന്നഃ കിരീടമാലി. മാതാ ശിശൂനാം നിധനം സുതാനാം നിശമ്യ ഘോരം പരിതപ്യമാനാ തദാരുദത് ബാഷ്പകലാകുലാക്ഷി താം സാന്ദ്വയന്നഃ കിരീടമാലി. വേർഡ് ബൈ മീനിങ് വായിക്കാം. മാതാവ് ശിശൂനാം ശിശുക്കളുടെ നിധനം പൈശാചികമായ കൂട്ടക്കൊല നടത്തുക. സുതാനാം സുതന്മാരുടെ നിശമ്യ ശ്രവിച്ച ശേഷം ഘോരമായ വീഭത്സമായ പരിതപ്യമാന വിലപിക്കുന്ന തഥാ ആ സമയം അരുതൽ വിലപിക്കാൻ ആരംഭിച്ചു. ബാഷ്പകല ആകുല ആക്ഷി നേത്രങ്ങളിൽ അശ്രുക്കളോടുകൂടി താം ക്ഷമിക്കണം ബാഷ്പകല ആകുല ആക്ഷി നേത്രങ്ങളിൽ അശ്രുക്കളോടുകൂടി താം അവളുടെ സാന്ത്വനം ചെയ്യുന്നു. അരുൾ ചെയ്തു. കിരീടമാലി അർജുനൻ. വിവർത്തനം. വിവർത്തനം ശിലപ്രഭാതിക്ക് ജയ. പാണ്ഡവരുടെ 5 പുത്രന്മാരുടെ ജനേത്രിയായ ദ്രൗപദി തന്റെ പുത്രന്മാരുടെ പൈശാചിക കൂട്ടക്കുരുതിയുടെ വാർത്തയറിഞ്ഞ് ദുഃഖാർത്തിയായി അശ്രുക്കൾ നിറഞ്ഞ നയനങ്ങളോടെ വിലപിക്കാൻ ആരംഭിച്ചു. ആ കൊടിയ നഷ്ടത്തിൽ അവളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അർജുനൻ അവളോട് ഇപ്രകാരം പ്രസ്താവിച്ചു. അടുത്ത ശ്ലോകമാണ് 16. തഥാ സുചസ്തേ പ്രമൃജാമി ഭദ്രേ യദ്ബ്രഹ്മബന്ധോസിര ആതതായിന ഗാണ്ഡീവമുക്തേ വിശിഖൈരുബാഹരേ ത്വക്രാമ്യ യജ്ഞാസ്യസി ദഗ്ധപുത്രം തഥാ സുചസ്തേ പ്രമൃജാമി ഭദ്രേ യദ്ബ്രഹ്മബന്ധോസിര ആതതായിന ഗാണ്ഡീവമുക്തേ വിശിഖൈരുബാഹരേ ത്വക്രാമ്യ യജ്ഞാസ്യസി ദഗ്ധപുത്ര. വേർഡ് ബൈ മീനിങ് വായിക്കാം. തഥാ ആ സമയം മാത്രം ശുചഃ ദുഃഖനിമിത്തമായ അശ്രുക്കൾ തേ അങ്ങയുടെ പ്രമൃജാമി തുടയ്ക്കും ഭദ്രേ അല്ലയോ ഭദ്രേ കുലീന സ്ത്രീ യൽ എപ്പോൾ ബ്രഹ്മബന്ധോ
ഒരു അധപ്പതിച്ച ബ്രാഹ്മണന്റെ ശിരസ് ആതതായിനഹ അതിലംഘിച്ച് അതിക്രമം കാണിച്ചവൻ അക്രമി, ഗാണ്ഡീവ എന്ന ധനുസാൽ ആക്രമിക്കുന്ന, വിശിഖൈ അസ്ത്രങ്ങളാൽ, ഉപഹരെ നിനക്ക് സമ്മാനിക്കും, അങ്ങ് സ്വയം, അക്രമ്യ അതിൽ സഞ്ചരിച്ചുകൊണ്ട്, യൽ ഏത്, സ്നാസ്യസി താങ്കൾ സ്നാനം ചെയ്തു, ഭഗ്ധപുത്ര പുത്രരുടെ ചിതയ്ക്ക് തീ പകർന്ന ശേഷം. വിവർത്തനം. അല്ലയോ ഭദ്രേ, എന്റെ ഗാണ്ഡീവ ധനുസിലെ അസ്ത്രങ്ങളാൽ അവന്റെ ആ ബ്രാഹ്മണന്റെ ശിരസ് ഛേദിച്ച് നിനക്ക് സമ്മാനിച്ചതിനു ശേഷം ഞാൻ നിന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് നിന്റെ മിഴികളിലെ അശ്രുക്കൾ തുടയ്ക്കും. അനന്തരം നിന്റെ സൂതന്മാരുടെ ചിത ദഹിപ്പിച്ച ശേഷം അവന്റെ ശിരസിൽ ചവിട്ടിക്കൊണ്ട് നിനക്ക് സ്നാനം ചെയ്യാം. ഭാവാർത്ഥം ശ്രീ പ്രഭുപാദിക്ക് ജയ്. ഭവനത്തെ അഗ്നിക്കിരയാക്കുകയോ വിഷപ്രയോഗം നടത്തുകയോ മാരകായുധങ്ങളുമായി കടന്നാക്രമിക്കുകയോ ധനം കൊള്ളയടിക്കുകയോ കൃഷിസ്ഥലങ്ങൾ അപഹരിക്കുകയോ മറ്റൊരുവന്റെ പത്നിയെ മോഹിക്കുകയോ അഥവാ വശീകരിക്കുകയോ ചെയ്യുന്ന ശത്രുവിനെ അക്രമി എന്ന് വിശേഷിപ്പിക്കുന്നു. അത്തരം ഒരു അക്രമി ബ്രാഹ്മണനാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്നവരുടെ പുത്രനായാൽ പോലും ഏത് പരിതസ്ഥിതിയിലും നിശ്ചയമായി ശിക്ഷിക്കപ്പെടണം. അശ്വത്ഥാമാവെന്ന അക്രമിയുടെ ശിരച്ഛേദം നടത്തുമെന്ന് ശപഥം ചെയ്യുമ്പോൾ അശ്വത്ഥമാവ് ബ്രാഹ്മണ പുത്രനാണെന്ന് അർജുനൻ നല്ലവണ്ണം അറിയാമായിരുന്നു. എന്നാൽ ബ്രാഹ്മണൻ എന്ന് വിളിക്കപ്പെടുന്ന ആ നീചൻ ആരാച്ചാരെ പോലെ പ്രവർത്തിക്കയാൽ അദ്ദേഹം അപ്രകാരം ദൃഢശപഥമെടുത്തു. മഹാദ്രോഹി എന്ന് തെളിയിച്ച അത്തരം ബ്രാഹ്മണ പുത്രനെ വധിക്കുന്നതിനാൽ പാപം ഉണ്ടാകുമോ എന്ന ചോദ്യം തന്നെ നിരർത്ഥകമാണ്. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപതകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഗുണരഘുനാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗുണലതാ ശ്രീവിശാഖാനിതാംശ. ഹേ കൃഷ്ണകരുണാസിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപീശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ശുഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. വാഞ്ചാകൽപതരൂപിശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. രണ്ട് ശ്ലോകങ്ങളാണുള്ളത്, 15, 16. ഇതിനു മുന്നേ നരഹരി പ്രഭു വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പാണ്ഡവരുടെ 5 മക്കളെ എങ്ങനെയാണ് കൊല ചെയ്തതെന്നുള്ളത്, ദ്രൗണി എങ്ങനെയാണ് കൊല ചെയ്തെന്നുള്ളത്, അശ്വത്ഥമാവ് ക്ഷമിക്കുന്നു, ഞാൻ ആ പേര് മിസ്സായിപ്പോയി. ദ്രൗണിയുടെ വേറൊരു പേരുണ്ടല്ലോ, ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ? അശ്വത്ഥമാവ് തന്നെയാണല്ലേ? ഓക്കെ, എനിക്ക് പെട്ടെന്ന് കണക്ഷൻ പോയി, ക്ഷമിക്കണം. ഓക്കെ, അപ്പോ അദ്ദേഹം വന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കഥ പറഞ്ഞു തന്നു. ദുര്യോധനൻ മരണശയ്യയിൽ കിടക്കിയതിന് മുൻപ് ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു. അദ്ദേഹം വളരെയധികം വേദനയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്താനായിട്ടാണ് ദ്രൗണി ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ദുര്യോധനൻ വന്നിട്ട് ഒരിക്കലും സന്തോഷപ്പെടുന്നില്ല, നീ ചെയ്ത പാപമാണെന്ന് പറയുന്നു. അതിനുശേഷം ഈ ഇൻഫർമേഷൻ, ഈ വാർത്ത അറിയുന്ന ദ്രൗപദി വന്നിട്ട് ഭയങ്കര അധികം നല്ല രീതിയിൽ വിലപിക്കുകയാണ്.
വിലപിക്കുന്ന സമയത്ത് എന്താണ് നടക്കുന്നത് വെച്ചാൽ അർജുനൻ വന്നിട്ട് ശപഥം എടുക്കുകയാണ്. പാഞ്ചാലി ഇത് കരയുന്നു. കാരണം കരയുന്നത് പ്രഭുപാദിന്റെ ഒരു ലെക്ചറിൽ കേട്ട സ്വാഭാവികമാണ്. ഏത് മാതാവായാലും അത് കരയും, തകർന്നു പോകും. കാര്യം ഈ കുട്ടികളെന്ന് പറയുന്നത് ഇവരെല്ലാ പേരും ടീനേജിലായിരുന്നു. 16 വയസ്സ് അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഒരു ക്ലാസ് ഞാൻ റെഫർ ചെയ്തപ്പോൾ അങ്ങനെയാണ് ഞാൻ കേട്ടത്. 16 വയസ്സ്. അപ്പൊ ഈ 16 വയസ്സുള്ള എല്ലാവരെയും വളരെ പൈശാചികമായിട്ടാണ് പീഡിപ്പിച്ചത്. എന്നിട്ട് ഈ ശിരസ് തലകൾ കട്ട് ചെയ്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ആർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നടന്നാലും നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പ്രഭുപാദ് 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭാവാർത്ഥത്തിൽ പറയുന്നത്, ഭവനത്തെ അഗ്നിക്കിരയാക്കുകയോ വിഷപ്രയോഗം നടത്തുകയോ മാരകായുധങ്ങളുമായി കടന്നാക്രമിക്കുകയോ ധനം കൊള്ളയടിക്കുകയോ കൃഷിസ്ഥലങ്ങൾ അപഹരിക്കുകയോ മറ്റൊരുവന്റെ പത്നിയെ മോഹിക്കുകയോ അഥവാ വശീകരിക്കുകയോ ചെയ്യുന്ന ശത്രുവിനെ അക്രമി എന്ന് വിശേഷിപ്പിക്കുന്നു. അത്തരമൊരു അക്രമി ബ്രാഹ്മണനാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്നവരുടെ പുത്രനാകയാലും ഏത് പരിസ്ഥിതിയിൽ നിശ്ചയമായി ശിക്ഷിക്കപ്പെടണം. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കാനുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കൗരവരുടെ ക്വാളിഫിക്കേഷൻ ആയിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളും കൗരവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആക്ച്വലി അവർക്ക് അവസാനം അവരുടെ എന്താ പറയാൻ യുദ്ധത്തിൽ തോൽക്കുകയും അവരെല്ലാവരും മരിക്കപ്പെടുകയും ചെയ്തത്. കാരണം ഇത് അവര് ഇത് എല്ലാ കാര്യങ്ങളും ചെയ്തു. വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി, അവരെ ഒരു വീട്ടിലോട്ട് അരക്കില്ലത്തിൽ പോയിട്ട് അരക്കില്ലത്തിൽ കൊല്ലാൻ നോക്കി, മാരകായുധങ്ങളുമായി ആക്രമിക്കുക അതും നോക്കി, ഇവരുടെ ധനം എല്ലാം കൊള്ളയടിച്ചു, അവരുടെ സ്ഥലങ്ങളെല്ലാം അപഹരിച്ചു. അത് മാത്രമല്ല ദ്രൗപദിയെ പത്നിയായ ദ്രൗപദിയെ ആക്ഷേപിക്കാനായിട്ട് നോക്കി. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൗരവർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരു ദയമില്ലാതെ ശിക്ഷയും കിട്ടിയത്. അപ്പം ഒരു ക്ലാസ് ഞാൻ റെഫർ ചെയ്തതിൽ അത് പറയുന്നുണ്ടായിരുന്നു, ചിരഞ്ജീവികളുണ്ട്, 7 ചിരഞ്ജീവികളുണ്ട്. അശ്വത്ഥമാവ്, കൃപാചാര്യര്, വ്യാസദേവൻ, ഹനുമാൻ, ബലിമഹാരാജ്, മാർക്കണ്ഡേയ ഋഷി, പിന്നെ പരശുരാം. അതിൽ വന്നിട്ട് അശ്വത്ഥമാവും കൃപാചാര്യരും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പേരും വന്നിട്ട് വളരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സ്ട്രേറ്റ് ഫോർവേഡും ഭഗവാനുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണെന്ന് സ്വയം ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ഭക്തരുമാണ്. പക്ഷെ ഇവർ രണ്ടുപേരും വന്നിട്ട് ശാപങ്ങളും അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളും കൊണ്ടിട്ടാണ് ചിരഞ്ജീവികളായത്. കാരണം അവര് സഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ബാക്കിയുള്ളവർ വന്നിട്ട് ഭഗവാന്റെ ഭക്തിയും ഭഗവാന്റെ കാരുണ്യവും ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോ ഒരു 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 ചെറിയൊരു സ്റ്റോറിയുടെ ഞാൻ കേട്ടത്, ഈ മുഗളന്മാര് ആക്രമിക്കുന്ന സമയത്ത് ഞാൻ കേട്ടത് ശങ്കരാചാര്യർ എന്നാണ് ഞാൻ കേട്ടത്, അല്ല അതിനു മുന്നേ ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. അതങ്ങനെ ഒരു റെഫറൻസ് ആണ് കേട്ടത്. അതായത് നാഗസന്യാസിമാർ, ഇപ്പൊ കുംഭമേളയിലൊക്കെ കുറച്ച് ഫേമസ് ആണ്, എല്ലാവരും കേൾക്കുന്നുണ്ട് നാഗസന്യാസിമാർ വന്നിട്ടുണ്ടെന്നുള്ളത്. അവരെന്ന് പറയുന്നത് മഹാദേവന്റെ ഭയങ്കര ഭക്തരാണ്. അവര് ഭയങ്കര പവർഫുൾ ആണ്. അവര് പക്ഷെ അവരിയ്ക്കുന്നത് വളരെ ശാന്തമായിട്ടും അങ്ങനെ വളരെ വളരെ ക്വയറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ അവര് ഭയങ്കര പവർഫുള്ളും ആണ്. അപ്പോ ഒരു സ്റ്റോറി, ഇത് ഒത്തിരി ഭക്തന്മാർ ഈ സ്റ്റോറി കേട്ടിട്ടുള്ളതാണ്. ഈ മുഗളന്മാർ ഒരു സമയത്ത് വൃന്ദാവനം എല്ലാം ആക്രമിക്കാൻ വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് 30,000 പേരാണ് ആക്രമിക്കാനായിട്ട് വന്നത്, കംപ്ലീറ്റ് ആക്രമിച്ച് നശിപ്പിക്കാനായിട്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് ഒരു 3-4 നാഗസന്യാസിമാര് ഗോകുലത്തിൽ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മൊത്തം എല്ലാവരും കൂടെ ഒരു 30 പേരുണ്ടാവും. പക്ഷെ ഈ 30 നാഗസന്യാസിമാര് വന്നിട്ട് ഈ 30,000 വരുന്ന ഈ പടയെ തോപ്പിച്ചു, യുദ്ധം ചെയ്ത് തോപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇത് കൊന്നു കളഞ്ഞു അവര് ഓടി ബാക്കിയുള്ള എല്ലാവരും. അപ്പൊ അവർക്കൊന്നും വെച്ചാൽ ഭയങ്കര പവർഫുൾ ആണ് അവര്. കാരണം ഭഗവാന്റെ ഭക്തരാണ്. അപ്പം ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് എങ്ങനെയാണ് ഭഗവാനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഏതൊക്കെ രീതിയിൽ, ഭക്തന്മാരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഏതൊക്കെ രീതിയിൽ ഭഗവാൻ അറേഞ്ച് ചെയ്യുന്നുള്ളതാണ്. ഇതൊരിങ്ങനെ ഇൻസിഡന്റ് പറയുണ്ടായി. കാര്യം ഈ ഇത്രയും പാപം ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കണം എന്നുള്ളത് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ അത് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയാനുണ്ട്. പ്രാക്ടിക്കലി എത്രത്തോളം പോസിബിൾ ആണെന്ന് നമുക്കറിയാം. കാര്യം നമുക്ക് നിയമമുണ്ട്. ഓരോ രാജ്യത്തിനും അതിന്റെ ഓൾ വേൾഡ് എടുത്തുന്ന ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യണം. ഇസ്കോൺ അതിൽ വളരെ പർട്ടിക്കുലർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാവരുടെയും ഭഗവാന്റെ ഭക്തിയാണ് നമുക്ക് എല്ലാവരും മെയിൻ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് ശ്ലോകത്തിൽ നമുക്ക് എന്താണ് പ്രാക്ടിക്കലി പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോ ഇവിടെ നാഗസന്യാസിമാർ എങ്ങനെ എങ്ങനെ അതൊരു എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത്, ഇവർ ഭയങ്കര പവർഫുൾ ആണ്. ഇവർക്ക് വന്നിട്ട് ഒരാൾക്ക് തന്നെ പല ഭൂതഭേദ പ്രേത പിശാചുക്കളെയും ഇവർക്ക് കാണാൻ പറ്റും. അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അവര്. അപ്പൊ അങ്ങനെ ഈ ബാക്കിയുള്ള ഭേദ പിശാചുക്കളെ വെച്ചിട്ടാണ് ഈ ഈ മുഗളന്മാർ ആക്രമിക്കുമെന്നപ്പോ അവരെ തോപ്പിച്ചു വിട്ടതെന്നാണ് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ റെഫറൻസിൽ ഞാൻ ഇങ്ങനെ കേട്ടത്. അതുപോലെ തന്നെ പ്രഭാത് പറയാനുണ്ട് നോൺ വയലൻസ് എന്ന് പറയുന്നത് 1922 നോൺ വയലൻസ് പ്രഭാത് അതിൽ ജോയിൻ ചെയ്യുന്നത്. പ്രഭാത് ഒന്നിട്ട് ഡിഗ്രി വരെ വിട്ടു, ഡിഗ്രി പഠിക്കാനിരുന്ന പ്രഭാത് ഡിഗ്രി എല്ലാം വിട്ടിട്ട് നോൺ വയലൻസിൽ ജോയിൻ ചെയ്തു. നോൺ വയലൻസിൽ ജോയിൻ ചെയ്തതിന് ശേഷം പ്രഭാത് 4 വർഷത്തോളം വെയിറ്റ് ചെയ്തു, ഒന്നും നടന്നില്ല. അവസാനം 10 വർഷമായിട്ടും ഒന്നും നടന്നില്ല. അവസാനം ആ സമയത്താണ് സുഭാഷ് ചന്ദ്രബോസും ബാക്കി ഭഗത് സിംഗ് അങ്ങനെ പല ഇങ്ങനെ കുറച്ച് ക്രാന്തികാരികളായിട്ടുള്ള ആളുകൾ വരുന്നതും അങ്ങനെ അതിന്റെ ഇതിലാണ്. അതും കൂടെ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം എല്ലാം കിട്ടിയത്. അപ്പൊ ഇങ്ങനെ ഒരു റെഫറൻസോട് ഞാനൊരു പ്രഭു ഇങ്ങനെ ക്ലാസ്സിൽ പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ ബ്രാഹ്മണ കുലത്തിലായിരുന്നു പരശുരാമൻ. അദ്ദേഹം ആയുധം എടുത്തു 21 തവണ ലോകം ഭൂമി മുഴുവൻ സഞ്ചരിച്ചിട്ട് എല്ലാ രാജാക്കന്മാരും കൊന്നുള്ളത്. കാരണം ഭക്തി ചെയ്യാനായിട്ടുള്ള ഓരോ ഓപ്പർച്യൂണിറ്റിയും വെക്കുന്നില്ലായിരുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്തത്, ഭഗവാനെ ഭജിക്കണം, ഹരിനാമം ജപിക്കണം, ഭഗവത് പാതയിലൂടെ പോകണം എന്ന് നടക്കാതെ ഭൂമി നശിച്ച സമയത്തായിരുന്നു പരശുരാമൻ വന്നിട്ട് ആയുധം എടുത്തിട്ട് കംപ്ലീറ്റ് ആളുകളെയും രാജാക്കന്മാരെയും കൊല്ലുകയുണ്ടായി. അപ്പം ചില സമയത്ത് അത് ഭഗവാൻ ആ തീരുമാനമെടുത്ത് കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ പറഞ്ഞതുപോലെ ഇങ്ങനെ അഗ്നിക്കിരയാക്കുക, വിഷം പ്രയോഗിക്കുക, ഇങ്ങനെ കണ്ടിന്യൂസ്ലി കംപ്ലീറ്റ് ആയിട്ട് ഭൂമിക്ക് ഒരു ഭാരമായിട്ട് വരുന്ന ഇങ്ങനെ പാപം കൂടി വരുന്ന സമയത്ത് ഒരു വലിയൊരു പ്രശ്നത്തിലോട്ട് മുന്നോട്ട് അങ്ങോട്ട് പോകും. അങ്ങനെയുള്ള സമയത്താണ് ഭഗവാൻ വന്നിട്ട് ഇങ്ങനെയുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. അപ്പൊ ഇവിടെ 1976 സെപ്റ്റംബർ 13 വൃന്ദാവനത്തിൽ വെച്ചിട്ട് പ്രഭുപാദ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. 1976 സെപ്റ്റംബർ 13 പ്രഭുപാദ് ഈ ശ്ലോകത്തിന് എടുത്ത് 15 എന്ന് പറഞ്ഞ ശ്ലോകത്തിന് എടുത്തിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് പോയിന്റ്സ് ഞാനൊന്ന് പറയാം. പ്രഭുപാദ് ഫസ്റ്റ് ക്ലാസ് എടുത്ത് തുടങ്ങുന്നത് ദ്രൗപദിയെ പറ്റി പറയാനുണ്ട്. ദ്രൗപദി വന്നിട്ട് 5 ഭർത്താക്കന്മാരാണുള്ളത്. പക്ഷെ ഇന്നത്തെ ഈ യുഗത്തിൽ, കലിയുഗത്തിൽ, ഇത് ദ്വാപരയുഗത്തിൽ നടക്കുന്നത്, കലിയുഗത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. അതിപ്പം ഫോർബിഡൻ ആണ്. അത് ഒരിക്കലും അത് നമ്മുടെ കലിയുഗത്തിൽ അത് അനുശാസിക്കുന്നതല്ല. കാരണം അത് ദ്രൗപദി വന്നിട്ട് 5 ഭർത്താവ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ്? അർജുനൻ വന്നിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നു. അമ്മയോട് പറയാം, അമ്മ ഞാനൊരു ജുവൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അമ്മ അത് നോക്കാതെ തന്നെ അമ്മ എന്ത് പറയും, അത് നിങ്ങള് 5 പേരും കൂടെ എടുത്തോളൂ എന്ന് പറയുന്നത്. അമ്മയ്ക്കും അറിയില്ല. പക്ഷെ അമ്മയുടെ വാക്ക്, അത് അമ്മയുടെ വാക്ക്, അന്ന് ഓരോ വാക്കിനും ആ പറയുന്ന കാര്യങ്ങൾക്ക് അത്ര പവർഫുൾ ആണ്. അപ്പൊ അമ്മ പറയുന്ന വാക്ക് കേട്ട് അവര് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അവര് എല്ലാവരും പ്യൂർ തന്നെയായിരുന്നു. കാരണം ഭഗവാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ട്. അവർക്ക് ആ ഒരു തോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ദ്രൗപദി ഇവിടെ ഒരു കോമ്പറ്റീഷൻ അല്ല, 5 ഭർത്താവുണ്ട്, ഓരോ ഭർത്താവും എന്തുമാത്രം കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെയൊന്നുമില്ല. ഇവിടെ വന്നിട്ട് 5 ഭർത്താക്കന്മാരുണ്ടെങ്കിലും ഓരോ കുട്ടികളും ഒരു ഭർത്താവിനെന്നുള്ള രീതിയിലായിരുന്നു. അതും റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്തു. ബട്ട് സ്റ്റിൽ അവരെല്ലാവരും പ്യൂർ തന്നെയായിരുന്നു. അപ്പോ പക്ഷെ ഇപ്പോ അത് പ്രാക്ടിക്കൽ അല്ല, അത് ഫോർബിഡൻ ആണ് നമ്മുടെ കലിയുഗത്തിൽ. കാരണം നമ്മൾ ആരും പ്യൂർ അല്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് പ്രഭുപാദ് പറയുന്നത്, ഈ പാണ്ഡവരെല്ലാവരും തന്നെയും ഭഗവാനുമായിട്ട് നേരിട്ട് ഭഗവാന്റെ ലീലകളും ഗുണങ്ങളും നാമങ്ങളും എല്ലാം ആസ്വദിച്ചിരുന്നവരാണ്. പക്ഷേ അതിന്റെ അർത്ഥം അവരൊരിക്കലും കഷ്ടപ്പെട്ടില്ല എന്നുള്ളതല്ല, അവരൊരിക്കലും സഫർ ചെയ്തില്ല എന്നുള്ളതല്ല. അവരെ നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോ നോക്കിയാലും അവർക്ക് ബുദ്ധിമുട്ടുകളായിരുന്നു. കൊച്ചുനാള് മുതല് അവര് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകുന്ന ടൈം വരെ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. കൊച്ചുനാളിന് മുതൽ രാജ്യത്ത് നിന്ന് പുറത്താക്കി, വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി, ആക്രമിക്കാൻ നോക്കി. അത് അവർക്ക് ഡെയിലി സഫറിങ്സ് ആയിരുന്നെങ്കിലും അവരൊരിക്കലും
ആം, എന്ത് പറയാൻ, ആം, 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 ഭഗവാന് ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല. ഭഗവാനെ അങ്ങയുടെ കൂടെ നമ്മളിങ്ങനെ നിന്നിട്ടും ഈ സഫറിങ്സ് ആണോ നമുക്കൊന്ന് ഒന്ന് മനസ്സിൽ വിചാരിക്കുക, ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല. ഭഗവാനെ ഇങ്ങനെ നോക്കിയിട്ട് ഭഗവാനെ നമുക്കിങ്ങനെ ആ കണ്ണുകൊണ്ട് അവർക്ക് ആ ചിന്തിക്കുക കൂടി ചെയ്തില്ല. അത്രയ്ക്ക് പ്യൂർ ആയിരുന്നു ഈ പാണ്ഡവരെന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിയാൽ കുന്തി ദേവി. പക്ഷെ അവരെന്താണ് പറയുന്നത്? അവരെല്ലാവരും ഈ വരുന്ന സഫറിങ്സിന് അവരൊരു അനുഗ്രഹമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഭഗവാൻ തരുന്ന പ്രസാദമായിട്ടാണ് കണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് കുന്തി ദേവി പറയുന്നുണ്ട്, എനിക്ക് ഇനിയും ദുഃഖങ്ങൾ തരൂ ഭഗവാനെ, എന്നാലേ ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള ദർശനം നമുക്ക് കിട്ടുള്ളൂ. ആ ദിവ്യ ദർശനം എന്ന് പറയുന്നതിന്റെ ആ ഭഗവാനെ കാണുന്നതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. പരീക്ഷിത് മഹാരാജ് പറയുന്നത് എങ്ങനെയാണ്? ശൃംഗി വന്ന് ശപിച്ചപ്പം ശാപരൂപത്തിൽ ഭഗവാൻ നമ്മുടെ ഫ്രണ്ടിൽ വന്നു എന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ എത്രത്തോളം പ്രാക്ടിക്കലാണ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷേ അത് പ്രാക്ടിക്കലാണ്. നമുക്ക് വളരെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം ഭഗവാൻ, നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത ആരുമില്ല. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വരും. അപ്പൊ നമ്മൾ ഇനി മുതൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ വരുമ്പോ ഇത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഇത് ഭഗവാന്റെ കാരുണ്യമാണ് എന്ന് എങ്ങനെയാണോ കുന്തി ദേവിയും പരീക്ഷിത് മഹാരാജാവും ഈ പാണ്ഡവരും ചിന്തിച്ചത്, അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഡെയിലി ഭാഗവതം ക്ലാസ് കേൾക്കുന്നത്, ഡെയിലി ഭാഗവതം വായിക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇത് ഭഗവാന്റെ കാരുണ്യമാണ്, എന്റെ പഴയ കർമ്മങ്ങളും കാരണമാണ് എനിക്ക് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ എക്സാൾട്ടഡ് ഡിവോട്ടീസ്, ബ്രാഹ്മണൻ പറഞ്ഞ പോലെ, അദ്ദേഹം പറഞ്ഞ പോലെ, ഇത് എന്റെ മനസ്സാണ് ഇതിനെല്ലാത്തിനും കാരണം എന്നുള്ള കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് മനസ്സിലാക്കും. അങ്ങനെ ഓരോരോ ലെവലിലോട്ട് നമ്മൾ മാറും. പ്രഭുപാദ് ഒരു ശ്ലോകം കോട്ട് ചെയ്യുന്നത് 10ാമത്തെ കാൻഡോ 14ാമത്തെ അധ്യായം 8ാമത്തെ ശ്ലോകം, തത്തേനുകമ്പ സുസമീക്ഷമാണ ഭുഞ്ചാനേവ കൃതം വിപാകം. ഈ ശ്ലോകം പ്രഭുപാദ് കോട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രഭുപാദ് പറയാനുണ്ട്, ഭഗവാന്റെ കാരുണ്യമാണ് ഈ സഫറിങ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കണം. എപ്പം നമ്മൾ മനസ്സിലാക്കുമോ അപ്പോൾ ആ പ്രോസസ്സിലൂടെ നമുക്ക് വേറെ ബർഡനോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഭഗവാനെ നേരെ മരിച്ചിട്ട് ഭക്തന്മാർ വന്നിട്ട് ഭഗവാനെ താങ്ക് യു ചെയ്യുന്നതാണ് പറയണത്. കൃഷ്ണ, ഒരുപാട് നന്ദിയുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതല്ലേ. ഇങ്ങനെ ചെയ്യുന്നത് കൂടി നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ സഫറിങ്സ് കുറയുമെന്നാണ് പ്രഭുപാദ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കഷ്ടപ്പാട്, ആക്ച്വലി പ്രഭുപാദ് പറയുന്നത്, നമ്മൾ പാണ്ഡവരിൽ നിന്ന് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ വി ഷുഡ് ലേൺ ഫ്രം ദ പാണ്ഡവാസ് എന്നാണ് പറയുന്നത്. ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നു, ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നിട്ട് അവർ ഒരു എക്സ്പ്രഷൻ പോലും അവർ ഭഗവാന് കൊടുത്തിട്ടില്ല. അവർ ചിന്തിച്ച കൂടിയില്ല എന്നാണ് ഞാൻ ഇത്രയും സഫർ ചെയ്യുന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഭഗവാനിൽ നിന്ന് ഒരു ബെനിഫിറ്റ് എടുക്കാനായിട്ട് നോക്കരുത്. നമ്മൾ എപ്പോഴും ഭഗവാന്റെ സേവ ചെയ്യുന്ന രീതിയിൽ നോക്കണം. പ്രഭുപാദ് ഒരു സ്റ്റോറി പറയുന്നത്, ഒരു തവണ വൃന്ദാവനത്തില് വെച്ചിട്ട്, വൃന്ദാവനം എന്ന് പണ്ട് രൂപ ഗോസ്വാമി സനാതന ഗോസ്വാമിയൊക്കെ വൃന്ദാവനത്തിൽ പോകുമ്പോൾ, വൃന്ദാവനം കാടാണ്, ഘോരമായിട്ടുള്ള വനമാണ്, നമ്മളിപ്പോ കാണുന്ന വൃന്ദാവനം അല്ല. അപ്പൊ വൃന്ദാവനത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ അവിടെ ഒന്നുമില്ല. അപ്പം രൂപ ഗോസ്വാമിക്ക് വന്നിട്ട് ഒരു ഭയങ്കര ആഗ്രഹം തോന്നും, സനാതന ഗോസ്വാമിയെ വിളിച്ചിട്ട് എന്തെങ്കിലും ഭഗവാന് പ്രസാദം നിവേദിച്ചിട്ട് കൊടുക്കണമെന്ന്. അദ്ദേഹം അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് കുറച്ച് കഴിയണതും ഒരു വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരു കൊച്ചുകുട്ടി വന്നിട്ട് പറയും, ബാബ എന്ന് വിളിക്കും. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് സന്യാസിമാര് ബാബ എന്ന് വിളിക്കുന്നത്. ബാബ, ഇന്ന് അവിടെ ഉത്സവമാണ്, ഒരുപാട് ആളുകൾ നമ്മൾ ദാനമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ഫുഡ് ഉണ്ടാക്കുന്ന പ്രിപ്പയർ ചെയ്യാനുള്ള ഐറ്റംസ്, റൈസ്, ദാല്, അങ്ങനെയുള്ള കുറേ സാധനം കൊടുക്കും. രൂപഗോസ്വാമി വന്നിട്ട് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര എക്സ്പേർട്ട് എന്നാണ് പറയുന്നത്. പ്രഭുപാദ് ഭയങ്കര എക്സ്പേർട്ടാണ്. അദ്ദേഹം വന്നിട്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭോഗം ഉണ്ടാക്കി ഭഗവാനെ നിവേദിച്ചിട്ട് സനാതന ഗോസ്വാമിയെ ഇൻവൈറ്റ് ചെയ്യും. സനാതന ഗോസ്വാമിയെ ഇൻവൈറ്റ് ചെയ്തിട്ട് പറയാം, സനാതന ഗോസ്വാമി, ഞാനിങ്ങനെ പ്രസാദം റെഡിയാക്കിയിട്ടുണ്ട്, വന്ന് ദയവായി പ്രസാദം സേവിച്ചാലെന്ന് പറയും. അപ്പോ സനാതന ഗോസ്വാമി വരും, വന്ന് പ്രസാദം കഴിക്കും. അപ്പൊ അദ്ദേഹം ചോദിക്കും, ഈ കാട്ടില് ആരുമേ ഇല്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ ഈ കാട്ടിൽ ഇത് ആരാണ് ഇത്രയും, രൂപഗോസ്വാമി താങ്കൾക്ക് ആരാണ് ഇത്രയും സാധനങ്ങൾ, ഇത്രയും ഇതൊക്കെ എങ്ങനെ കിട്ടിയും ചോദിക്കും. അപ്പൊ പറയും, ഞാൻ ഇങ്ങനെ രാവിലെ ഇരുന്നിട്ട് അങ്ങേക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്വാദിഷ്ടമായിട്ടുള്ള പ്രസാദം ഭോഗം ഉണ്ടാക്കി ഭഗവാൻ നിവേദിച്ച് പ്രസാദം തരണമെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ വെറുതെ ആഗ്രഹിച്ചു കുറച്ചു കഴിഞ്ഞ് വളരെ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി വന്നു, എനിക്കിങ്ങനെ ഈ സാധനങ്ങളിൽ അവിടെ ഉത്സവമാണ്, അവരിങ്ങനെ ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് തന്നു എന്ന് പറഞ്ഞു.
അപ്പൊ അദ്ദേഹം ചോദിക്കും, ആ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി എങ്ങനെ ഇരിക്കും കാണാൻ? അപ്പം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. വളരെ മനോഹരമായ കണ്ണാണ്, മൂക്കിങ്ങനെ നീണ്ടിരിക്കും, ഗോൾഡൻ കളറാണ്, ഹെയർ ഇങ്ങനെ ഇരിക്കും. ആ ഡിസ്ക്രിപ്ഷൻ കേട്ടപ്പോ സനാതന ഗോസ്വാമിക്ക് മനസ്സിലായി അത് ആരാണെന്നുള്ളത്. ആരായിരുന്നു അത്? അത് രാധാറാണിയായിരുന്നു. ആം, അപ്പം സനാതന ഗോസ്വാമി പറയും, രൂപ ഗോസ്വാമി ആ വന്നത് സനാതന ഗോസ്വാമി. അദ്ദേഹം വന്നിട്ട് ചെസ്റ്റ് ചെയ്യും, വഴക്ക് പറയും, കളിയാക്കും, തന്നെ പറയും, നമ്മൾ ഒരിക്കലും നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണ് നമ്മൾ ഭഗവാന്റെ സേവ ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഭഗവാനിൽ നിന്ന് സേവ എടുക്കാൻ പാടില്ല. നമ്മൾ ഇവിടെ ഓരോ നിമിഷവും ലൈഫിൽ ഓരോ കണങ്ങൾ ഓരോ സെക്കൻഡ് നമ്മൾ എങ്ങനെ ഭഗവാനെ പ്രീതിപ്പെടുത്താന്നാണ് നമ്മൾ നോക്കാനുള്ളത്. ഒരിക്കലും നമ്മൾ ഭഗവാന്റെ സേവ നമ്മൾ എടുക്കാനായിട്ട് പാടില്ല എന്ന് അദ്ദേഹം പറയും. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രഭുപാദ് എടുത്തു പറയുന്നത്, ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിസ്വാർത്ഥമായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യണം. അതുപോലെ ഭഗവാനും അതിനെ തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അദ്ദേഹം ഒരു ഓപ്പർച്യൂണിറ്റി കാത്തിരിക്കുകയാണ്, എങ്ങനെ എൻ്റെ ഭക്തനെ എനിക്ക് സെർവ് ചെയ്യാം, എങ്ങനെ എൻ്റെ ഭക്തനെ എനിക്ക് സേവിക്കാമെന്ന് കൃഷ്ണനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും വേണമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. പ്രഭുപാദ് ഒരു ശ്ലോകം കൂടെ പറയുന്നത്, ആശ്ലിഷ്ടവാ പാദരതാഭിനിഷ്ടമാ മദർശനാമർമ്മ കരോതുമാ യഥാ ഇത്തതാവാ വിദതാതലംബുടോ മത്പ്രാണനാദാസു സേവനാപരഹ. ചനമാപ്രഭുവിടെ പറയുന്നുണ്ട്, എന്ത് വേണോ ആയിക്കോട്ടെ കൃഷ്ണ, എന്നെ എന്ത് വേണോ ചെയ്തോ, എനിക്ക് അങ്ങയുടെ സേവനം മാത്രം മതി. എന്താണ്? പക്ഷെ എന്തൊക്കെ ചെയ്താലും അങ്ങാണ് എൻ്റെ മാസ്റ്റർ, അങ്ങാണ് എൻ്റെ എല്ലാം എന്ന് ഇവിടെ ചൈനമാപ്രഭു പറയുന്നു, പ്രഭുപാദ് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നുണ്ട്, അതേ ഒരു ശ്ലോകം ഇങ്ങനെ കോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മീനിങ് ഞാൻ പറയാം. അത് എനിക്കൊന്ന് ബംഗാളി ആണെന്ന് തോന്നുന്നു. മനസ ദേഹ ജോ കിച്ചു മോറ ഭക്തിനു ദ്വാപതേ നന്ദകിഷോര. വാട്ട് എവർ ഐ ഗോട്ട്, എനിക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ എൻ്റെ ലൈഫിൽ, എനിക്ക് ഇതുവരെയും അത് ഞാൻ നിവേദിക്കുന്നു. എനിക്ക് എന്തൊക്കെയാണോ എൻ്റെ കയ്യിലുള്ളത് ഞാൻ അതെല്ലാം ഭഗവാന് കൊടുക്കുന്നു. ഞാൻ എന്നെ തന്നെയും ഭഗവാന് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയാനുണ്ട്. അപ്പം പ്രഭുപാദ് പറയും, നമുക്ക് ഈ ഒരു മൈൻഡ് ആയിരിക്കണം നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം എന്ന് പറയുന്നത്. പാണ്ഡവരും ഇതുപോലെയായിരുന്നു. പാണ്ഡവരും അവരെ കയ്യിലുള്ള എല്ലാം ഭഗവാന് കൊടുത്തു, അവരെ തന്നെയും ഭഗവാന് കൊടുത്തു. അതിലും ഉപരിയായിട്ടൊരു ഒരു ഒരു കൈൻഡ് ഓഫ് ഡിവോട്ടീസ് ഉള്ളത് പ്രഭുപാദ് പറയുന്നത് ഗോപികമാരാണ്. ചൈതന്യ മഹാപ്രഭു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗോപികമാരുടെ അതുപോലെ അതിനേക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഭക്തര് വേറെ ഇല്ല. കാര്യം അവരെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത്രയും ഇന്റൻസ് ആയിരുന്നു. എങ്ങനെ ഇന്റൻസ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അവര് ഫാമിലിയെ പറ്റി നോക്കത്തില്ല, അവരുടെ പ്രസ്റ്റീജ് നോക്കത്തില്ല, അവരെ ഓണർ അവർ നോക്കത്തില്ല. ഇതൊന്നും അവർക്ക് വിഷയമില്ലായിരുന്നു. അവരുടെ ആവശ്യം അവർ ഭഗവാൻ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഭക്തി അവർ വന്നിട്ട് ആക്ച്വലി ആ ഭക്തി കൊണ്ട് ഭഗവാനെ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാനെ പർച്ചേസ് ചെയ്യുന്നതാണ് പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത്. അപ്പം ഇങ്ങനത്തെ ഭക്തിയുണ്ട്. ഇപ്പം പ്രഭുപാദ് പറയുന്നത്, നമുക്ക് അങ്ങനത്തെ ഭക്തി ഉണ്ടാവുന്നൊക്കെ ആളുകൾക്ക് ചിന്തിക്കാം. ഇപ്പൊ സൂര്യൻ എങ്ങനെയാണ്, എന്ത് ദൂരെയാണ് സൂര്യൻ നിൽക്കുന്നത്, പക്ഷെ സൂര്യന്റെ പ്രകാശവും വെട്ടവും എല്ലാം ഭൂമിയിൽ പതിക്കുകയും ജീവജാലങ്ങളെല്ലാം വളരുന്നു, നമുക്കതിന് ഗുണം ഉണ്ടാവുന്നു. അതുപോലെ ഭഗവാൻ ഈ മെറ്റീരിയൽ വേൾഡും കഴിഞ്ഞ് ഈ ബ്രഹ്മജ്യോതിയും കഴിഞ്ഞ് കോടാനുകോടിക്കണക്കിനുള്ള വൈകുണ്ഠവും കഴിഞ്ഞ് മില്യൺസ് ഓഫ് വൈകുണ്ഠ ലോകവും കഴിഞ്ഞ് ഗോലോക വൃന്ദാവനത്തിലാണ് ഭഗവാൻ അവിടെ അകത്തിരിക്കുന്ന ഭഗവാൻ ഇത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും ക്ഷണമാത്രയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഭഗവാനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ക്ഷത്രിയന്മാരുടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ഭക്തിയാണ് അവർക്ക്. ക്ഷത്രിയന്മാർക്ക് ഭയങ്കര അതികഠിനമായ ഭക്തിയാണ് ഇവർക്കുള്ളത്. ഒരു എക്സാമ്പിളോട് പറഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം, ടൈം ആയെന്നറിയാം. ജഗന്നാഥ്പുരിയിൽ ഒരുവിധപ്പെട്ട ആളുകളെല്ലാം പോയിട്ടുണ്ടായിരിക്കും. അവിടെ വന്നിട്ട് ഒരു ദയാന എന്ന് പറയുന്ന ഒരു മരമുണ്ട്, ഒരു ട്രീ ഉണ്ട് അവരുടെ ഗാർഡനിലാണ്. അതുകൊണ്ട് ഒരു ഫെസ്റ്റിവൽ തന്നെ നടത്തും. അപ്പൊ എത്ര പേർക്ക് അത് അറിയാമെന്ന് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ പേര്
ഭക്തി പുരുഷോത്തമ സ്വാമി മഹാരാജ് എഴുതിയ ഒരു ബുക്ക് എന്നാണ് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയത്. ജഗന്നാഥ് ടെമ്പിളിൽ ഒരു റിച്വൽ ഉണ്ട്. അതായത് ഭഗവാനെ രാത്രി ഒരുക്കി നല്ല ഭക്തിയോടുകൂടി നല്ല രീതിയിൽ ഒരുക്കി വെച്ചതിന് ശേഷം അന്ന് രാത്രി ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്ന് എന്തെങ്കിലും തറയിൽ വീഴുന്നു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം അവിടുത്തെ രാജാവിനെ കൊണ്ടുപോയി ദക്ഷിണയായിട്ട് പ്രസാദമായിട്ട് കൊടുക്കും. അവിടുത്തെ പൂജാരി ഡയറക്റ്റ് പോയി കൊടുക്കണമെന്നാണ് നിയമം. അങ്ങനെ അവിടുത്തെ രാജാവ് ക്ഷത്രിയനാണ്, പണ്ടത്തെ രാജാവൊക്കെ അറിയാലോ. അപ്പൊ ഈ രാജാവ് രാവിലെ രാജാക്കന്മാരുടെ വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ അവർ പകിട കളിക്കും. അങ്ങനെ രാജാവ് എന്ത് ചെയ്ത് പകിട കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പകിട കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സീരിയസ്നെസ്സിൽ അത് ഭയങ്കര ഇന്റൻസ് ആയിട്ട് അതിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂജാരി എന്ത് അന്ന് രാവിലെ അമ്പലം ഓപ്പൺ ചെയ്യുമ്പോൾ ഭഗവാന്റെ ഒരു ഷോള്, ഭഗവാൻ ഇങ്ങനെ ഇത് കെട്ടിയിരിക്കുമല്ലോ, ആ ഷോള് തറയിൽ വീഴുന്നു കിടക്കുന്നു. അത് എന്ത് ചെയ്യും, ഈ ഷോൾ എടുത്തോണ്ട് പോയിട്ട് വിടുന്നത് രാജാവിന് പ്രസാദമാണ്. അങ്ങനെ രാജാവിന് പ്രസാദം. അപ്പൊ കൊട്ടാരത്തിലെത്തുമ്പോൾ ഇത് പകട കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാൾ വന്ന് പറയും, ഭൃത്യൻ വന്ന് പറയും, രാജാവെ പൂജാരി വന്ന് നിൽക്കുകയാണ് അമ്പലത്തിൽ. അപ്പൊ രാജാവ് ഇങ്ങനെ കൈ കാണിക്കും, കയറി വരാൻ പറയും. ശ്രദ്ധ ഫുൾ കളിയിലാണ്, കയറി വരാൻ പറയും. പൂജാരി വരും, പ്രണമിക്കും, ഭഗവാന്റെ പ്രസാദമാണ് എന്ന് പറഞ്ഞ സന്തോഷത്തോടെ രാജാവിന് കൊടുക്കും. രാജാവ് ഈ കളിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് ആ പ്രസാദം വാങ്ങിക്കും. അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. പ്രസാദം വാങ്ങിച്ചു വെച്ചിട്ട് അവർ നമസ്കരിക്കും. അദ്ദേഹം ഓക്കെ എന്ന് പറയും, ജയ് ജഗന്നാഥ് എന്ന് പറയും. ആ പൂജാരി അങ്ങ് പോവും. പക്ഷേ കളിച്ച് കുറച്ച് കഴിയുന്ന നേരത്താണ് രാജാവിന് പെട്ടെന്ന് ബോധോദയം ഉണ്ടാവും. അയ്യോ, ഞാൻ എന്ത് മഹാ അപരാധമാണ് ചെയ്തതെന്ന് പറഞ്ഞ് അദ്ദേഹം ഇതെല്ലാം മടക്കി വെക്കും. ഞാൻ ഭഗവാന്റെ പ്രസാദം, സാക്ഷാൽ കൃഷ്ണന്റെ പ്രസാദം വന്നിട്ട് അത് രാജാവിന് വേണ്ടി തരുന്ന പ്രസാദമാണ്. ഈ പ്രസാദം ഞാൻ എന്ത് ചെയ്തു, ഇടത്തെ കൈ കൊണ്ട് ഞാൻ ഒട്ടും റെസ്പെക്ട് ഇല്ലാതെ ഞാൻ ഭഗവാന്റെ പ്രസാദം ഇത് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിട്ട് ഇദ്ദേഹത്തിന്. കാരണം അവിടുത്തെ രാജാവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ, നമ്മളിവിടെ പത്മനാഭദാസൻ എന്ന് പറയില്ല നമ്മുടെ രാജാവിന്, തിരുവനന്തപുരത്തുള്ള രാജാവിന് പത്മനാഭദാസൻ എന്ന് പറയും. അതുപോലെ അവർ വന്നിട്ട് ഭഗവാന്റെ ദാസരാണ്, ജഗന്നാഥന്റെ തോഴരാണ്. അവർക്ക് ജഗന്നാഥനല്ല വേറെ ഒന്നുമില്ല. പക്ഷെ ഈ അപരാധം ചെയ്ത് ഭയങ്കര വിഷമമായി, അതിനെ സഹിക്കാൻ വയ്യ. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇനി എന്തായാലും എനിക്ക് ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ. ഞാൻ ഈ ഇടത്തെ കൈ കൊണ്ട് ഭഗവാൻ വാങ്ങിച്ചു, ഞാൻ എന്തായാലും എനിക്ക് ശിക്ഷ വേണം. ഈ കൈ ഇനി ഞാൻ എന്റെ ശരീരത്തിൽ കാണില്ല, ഞാനത് മുറിച്ച് കളയെന്ന് പറയും. പക്ഷെ എങ്ങനെ മുറിച്ച് കളയും? അത് രാജാവാണ്, ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രജകൾ മുഴുവൻ അങ്ങനെ ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിട്ട് എന്ത് പറയും, ഇനി ഞാന് ഇങ്ങനെ മുന്നോട്ട് പോകുന്നില്ല. അതൊരു ഐഡിയ അദ്ദേഹം കണ്ടെത്തും. ഇദ്ദേഹത്തിന്റെ മന്ത്രിയുണ്ട്. ഇദ്ദേഹത്തിന്റെ മന്ത്രി വന്നിട്ട്, ഇദ്ദേഹം ഭഗവാന്റെ ഭക്തനാണ്, ഈ മന്ത്രി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഭക്തനാണ്. കാരണം എല്ലാവരും ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ രാജാവിന്റെ ഭക്തനാണ്, ഭഗവാന്റെ ഭക്തനാണ് രാജാവ്, രാജാവിന്റെ ഭക്തനാണ് ദാസാനുദാസൻ എന്ന് പറയുന്നത് മന്ത്രി. അതുപോലെ അപ്പൊ രാജാവ് പറയും, ഒരു ദിവസം മന്ത്രിയുടെ അടുത്ത് പറയും, മന്ത്രി, എന്റെ റൂമില്, ഞാൻ കിടക്കുന്ന റൂമില് ഭയങ്കര പ്രശ്നമാണ്. രാത്രി ആവുമ്പോ കള്ളം കയറുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു 2 കൈ ഇങ്ങനെ നീണ്ടു വരും ഇങ്ങനെ അകത്തോട്ട്. ഞാൻ എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും എനിക്കത് പറ്റുന്നില്ല എന്ന് പറയും. ഇപ്പം മന്ത്രി പറയും, രാജാവ് ഇവിടെ ഇത്രയും പ്രൊട്ടക്ഷൻ ഉണ്ട്, 4 ചുറ്റും ആളുകളുണ്ട്, ആര് വരാനാണ്? അത് രാജാവിന് തോന്നുന്നതായിരിക്കും. അപ്പൊ രാജാവ് പറഞ്ഞു, തോന്നുന്നതായിരിക്കാം, ഓക്കെ എന്ന് പറഞ്ഞ് രാജാവ് പോകും. അടുത്ത ദിവസം വന്നിട്ട് മന്ത്രിയോട് പറയും, മന്ത്രി, തോന്നുന്നതല്ല, ഞാൻ ആ കൈ കണ്ടു, ഒരു കൈ ഇങ്ങനെ നീണ്ടു വരുന്നെന്ന് പറയും. അപ്പോ മന്ത്രി പറയും, ശരി, നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ട് കാവലിന് ആളെ കൂട്ടും. പിറ്റേ ദിവസവും സെയിം തന്നെ. അപ്പൊ മന്ത്രി പറയും, ഇനിയൊരു രക്ഷയുള്ളൂ, നമുക്ക് മന്ത്രവാദികളെ കൊണ്ടുവരാം, പൂജാരിമാരെ കൊണ്ടുവന്ന് പൂജിച്ചെല്ലാം റെഡിയാക്കാന്ന് പറഞ്ഞ് അവരെല്ലാരും വന്ന് ഭയങ്കര പൂജയും ഹോമവും കാര്യങ്ങളെല്ലാം ചെയ്ത്, ഇനി അവര് പറഞ്ഞു, ഭൂതത്തിനെ പിടിച്ചു കഴിഞ്ഞു, കുടത്തിൽ അടച്ചു കഴിഞ്ഞു, ഇനി ആരും വരാൻ പോകുന്നില്ല, രാജാവ് ഉറങ്ങിക്കൊള്ളാൻ പറയും. അപ്പൊ രാജാവ് എല്ലാവർക്കും സ്വർണ്ണ നാണയം കൊടുക്കും. 100 സ്വർണ്ണ നാണയം വെച്ച് കിഴിയിൽ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും സന്തോഷമായി തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ രാജാവ് എഴുച്ചു വന്നിട്ട് ഇങ്ങനെ ഉറങ്ങി തൂങ്ങി ഇരുന്നിട്ട് മന്ത്രിയോട് പറയും, മന്ത്രി, ഒരു രക്ഷയില്ല, എനിക്ക് തോന്നുന്നത് ഈ പൂജാരിമാര് വന്നതൊക്കെ കള്ളന്മാരാണെന്നാണ് തോന്നുന്നത്. ഇന്നലെ രാത്രിയും ഈ 2 കൈ, ഒരു കൈ എന്നെ ഇങ്ങനെ പിടിക്കാനായിട്ട് വന്നു. മന്ത്രി പറയും, ഇനി ഒരു രക്ഷയില്ല. മന്ത്രിക്ക് വിഷമമായി. കാരണം മന്ത്രി കൊണ്ടുവന്ന ഐഡിയ എല്ലാം പാളി. രാജാവിനെ സർവ് ചെയ്യാൻ നോക്കി, അതും നടന്നില്ല. രാജാവിന്റെ പറയും, രാജാവ് ഇന്നൊരു ദിവസത്തേക്ക് രാജാവ് എന്റെ റൂമിൽ കിടക്കും, ഞാൻ രാജാവിന്റെ റൂമിൽ കിടക്കാന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്തു? ഇപ്പൊ രാജാവിന് മനസ്സിലായി, ഓക്കെ, എന്റെ തന്ത്രം ഫലിച്ചിട്ടുണ്ട്. രാജാവ് ആ ദിവസം രാത്രി
മന്ത്രി കിടക്കുന്ന റൂമിൽ ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് അകത്തോട്ട് ഇങ്ങനെ ഇടും. മന്ത്രി ഓടി വന്ന്, മന്ത്രി ആദ്യം കാണുമ്പോൾ മന്ത്രി ഒന്ന് പെട്ടെന്ന് ഞെട്ടിപ്പോവും. ഇത് ഇത്രയും ചെയ്തിട്ട് ഇത് ആരെ കൈയാണെന്ന് പറഞ്ഞിട്ട് മന്ത്രി സൈഡിൽ കൂടെ വന്നിട്ട് ഒരു വാളെടുത്ത്, വാളും വെച്ചോണ്ടാ കിടക്കുന്നത്, ആ കൈയിൽ ഒറ്റ വെട്ട് കൊടുക്കും. ആ കൈ അവിടെ വെച്ച് മുറിഞ്ഞു പോകും. അപ്പോ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് മന്ത്രി ആ കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കും, മറ്റേ ആൾ ഓടിക്കളയും. പിറ്റേ ദിവസം വരാൻ നേരത്ത് രാജാവ് ഇങ്ങനെ ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മന്ത്രി പറയും രാജാവേ, അത് ഭൂതവും പ്രേതവും ഒന്നുമില്ലായിരുന്നു, ഒരു കള്ളനായിരുന്നു, ഇനി ശല്യം ഉണ്ടാവില്ല, അവന്റെ കൈ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ രാജാവിന്റെ മുഖത്തൊരു ചെറിയ വ്യത്യാസം. പക്ഷെ രാജാവ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു, ഒരു സൈഡ് ഇങ്ങനെ ഷോൾ കൊണ്ട് മൂടിയിരിക്കുന്നു. അപ്പൊ മന്ത്രിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ആ കൈ നോക്കുമ്പോൾ രാജാവിന്റെ രാജമോതിരങ്ങൾ കിടക്കുന്നു. അപ്പം ആ മന്ത്രി അവിടെ ആക്ച്വലി തറയിൽ വീഴുന്നു പോകും. കാരണം ഞാൻ എന്തൊരു അപരാധമാണ് ചെയ്തത്, രാജാവിന്റെ കൈയാണ് ഞാൻ മുറിച്ചെടുത്തത്, ഞാൻ ആ കഷ്ടിച്ച് കളഞ്ഞു. അപ്പൊ ഒരു 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 ക്ഷത്രിയന്റെ ചിന്തയാണ് നമ്മൾ നോക്കാനുള്ളത്. ഏത് രീതിയിൽ ക്ഷത്രിയൻ ചിന്തിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. കാര്യം ആ സ്വന്തമായിട്ട് ഭഗവാൻ അപരാധം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ പണിഷ്മെന്റ് ആ രാജാവ് തന്നെ ഇവിടെ ചെയ്യുകയാണ്. അപ്പൊ മന്ത്രിക്ക് വിഷമമാകുന്നത് മന്ത്രിയുടെ സാന്ത്വനപ്പെടുത്തിയിട്ട് പറയും, വിഷമിക്കണ്ട, ഇത് ഞാൻ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഒരു അപരാധം ചെയ്തു, ആ അപരാധം ചെയ്തുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ ശിക്ഷ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണ്, അതുകൊണ്ട് മന്ത്രി നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയും. അപ്പൊ അദ്ദേഹം പറയും, എന്നാലും രാജാവ് ഞാൻ എന്തൊരു അപരാധമാണ് ചെയ്തതെന്ന് പറയും. അപ്പൊ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തും. അദ്ദേഹം ഈ ഭക്തന്റെ ഈ കൈയും കൊണ്ട്, രാജാവിന്റെ കൈയും കൊണ്ട് ഇങ്ങനെ നടന്ന് ഗാർഡനിൽ പോവും, പൂന്തോട്ടത്തിൽ പോയി അവിടെ ഒരു സ്ഥലത്ത് കുഴിച്ച് ഒരു സമാധി പോലെ മണ്ണിട്ട് മൂടി ഡെയിലി അവിടെ വരും അദ്ദേഹം. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ജഗന്നാഥപുരിയിൽ ആ സമയത്ത് ഒരു റൂൾ ഉണ്ടായിരുന്നു. ആളുകൾക്ക് ഇപ്പം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ബേസിക്കലി ബോഡിയിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ, കണ്ണ് കാണാൻ വയ്യ, മുടന്തുണ്ട്, അല്ലെങ്കിൽ മുതുകില് ഹഞ്ചുണ്ട്, എന്തെങ്കിലും ലിംസ് എന്തെങ്കിലും മിസ്സായി, കൈ കാലം എന്തെങ്കിലും മുറിഞ്ഞു പോയാൽ, എന്തെങ്കിലും സീരിയസ് ഡിസീസ് ആയിട്ടുള്ള ട്യൂബർകുലോസിസ്, ലെപ്പേഴ്സ്, ഇപ്പം കുഷ്ഠം, ചുമ, എന്താ പറയുക, ട്യൂബർകുലോസിസ്, മലയാളം മറന്നുപോയി, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്പലത്തിനകത്ത് കയറാനായിട്ട് അനുവദിക്കത്തില്ലായിരുന്നു. അപ്പോ രാജാവിന് യെസ് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ അമ്പലത്തിനകത്ത് കയറാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പൊ രാജാവ് തകർന്നു പോയി. ഭഗവാന്റെ ഭക്തനാണ്, ഭഗവാന് വേണ്ടി ചെയ്തത്. പക്ഷെ പിന്നെ എന്ത് ചെയ്യാം, അമ്പലത്തിനകത്തോട്ട് ഡയറക്റ്റ് പോയി ഭഗവാനെ ഡയറക്റ്റ് സേവ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ രാജാവ് എന്ത് ചെയ്യും, ഈ ഒരു കൈ വെച്ചിട്ട് ദിവസവും ഈ ഗാർഡനിൽ പോയി തുളസിയും പൂവും എടുത്തിട്ട് ആ ഒരു കൈ കൊണ്ട് ഭഗവാന് മാല കെട്ടി കൊടുക്കും. അദ്ദേഹം വന്നിട്ട് ബുധിരഥ എന്ന് പറയുന്ന ഒരാളിനെ അദ്ദേഹത്തിന് റെപ്രസെന്റീവായിട്ട് അവിടെ ഭഗവാന്റെ സേവ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് ഈ ഭഗവാന് മാല കിട്ടുന്നതുകൊണ്ട് ഇദ്ദേഹം സാറ്റിസ്ഫൈ. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ആ ഗാർഡനിലൂടെ നടന്നു പോയപ്പോൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു മണം, ഭയങ്കര ഒരു നല്ല സൂപ്പർ മണം. അത് കേട്ടിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മണം ആ ഗാർഡനിൽ കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു സ്ഥലത്ത് നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ടൊരു ചെടി നിൽക്കുന്നു, കുറച്ച് വളർന്ന് ശിഖരങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ഭയങ്കര ഭംഗിയുള്ള ഇല, നല്ല മണം. അപ്പൊ അദ്ദേഹം അവിടുത്തെ ഗാർഡനെ വിളിച്ചിട്ട് ചോദിക്കും, ഇതെന്താണ് ഈ മണം, എന്താണ് സംഭവം ചോദിക്കും. അപ്പൊ ഗാർഡൻ പറയും, ഞാനും കണ്ടിട്ടില്ല, ഞാനും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, ഞാനും ശ്രദ്ധിച്ചിട്ടില്ല രാജാവ് എന്ന് പറയും. അപ്പൊ രാജാവ് പറയും, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഇത് ഒരു കാരണവശാൽ ആരും ഇതിന്റെ ഇലകളോ ശിഖരങ്ങളോ ഒന്നും മുറിക്കാനായിട്ട് പാടില്ല എന്ന് പറയും. ഗാർഡനർ പറയും, ഓക്കെ, അത് ഞാൻ നോക്കാം മഹാരാജ്, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അങ്ങനെ ഡെയിലി നല്ല രീതിയിൽ തന്നെ 4 ചുറ്റൊരു ഫെൻസ് ഒക്കെ കെട്ടി ഡെയിലി വെള്ളമൊക്കെ ഒഴിച്ച് രാജാവ് അടുത്ത ദിവസം വരാൻ നേരത്ത് അതിന് കുറച്ച് ഇലകൾ കാണുന്നില്ല, കുറച്ച് ശിഖരങ്ങൾ ഒടിഞ്ഞിരിക്കുന്നു. രാജാവിന് ദേഷ്യം വരും. രാജാവ് നേരെ വന്നിട്ട് പറയും, ഇത് ആരാണ് ഇത് ചെയ്തത്, ഗാർഡനറിനെ വിളിക്കും. അപ്പോൾ ഗാർഡനർ ഓടി വരും, ഇത് ആരാണ് ഓടിച്ചപ്പോൾ രാജാവേ, ഇത് ഞാൻ കണ്ടില്ല, ഇത് ആരാണെന്ന് അറിയില്ല എന്നുള്ള രാജാവിന് ദേഷ്യം വരും. രാജാവിന് ദേഷ്യം വന്നിട്ട് പറയും, ഞാനൊരു കാര്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയതാണ്, ഇതൊന്നും ഒരു ഇല പോലും പോലെന്നുള്ളത്, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല, എന്തായാലും നിങ്ങൾ രാത്രി ഒളിച്ചിരുന്ന് ഉറങ്ങാതിരുന്നിട്ട് ഇതാരാണ് ഇല കൊണ്ടുപോയെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയും. അപ്പോ ശരിയെന്ന് പറയും. അടുത്ത ദിവസം വരുമ്പോൾ വീണ്ടും ഇതിന്ന് കുറച്ച് ശിഖരങ്ങളും ഇലയും കാണുന്നില്ല.
അപ്പൊ രാജാവിന് ദേഷ്യം വരും. ഇത് ഞാൻ പറഞ്ഞിട്ട് പോയല്ലോ, എന്തുകൊണ്ട് ഇതിങ്ങനെ പറ്റിയെന്ന് രണ്ടാമത് ചോദിക്കും. അപ്പം അത് ഗാർഡനറിന് ഒരു മറുപടിയില്ല, കാരണം ഇത് ആരാണ് ചെയ്യുന്ന അറിയത്തില്ല. ഇദ്ദേഹം വിഷമിക്കും. അപ്പോൾ രാജാവ് അപ്പോൾ ചോക്കിദാറിനെ വിളിക്കും, സേനാപതി വിളിക്കും. അവിടെ നിൽക്കുന്ന പാവൽക്കാരെ വിളിച്ചിട്ട് പറയും, ഇപ്പൊ തന്നെ ഈ ഈ ആളിന്, ഈ ഗാർഡനർ എന്ന് പറയുന്നത് ഭയങ്കര ഭക്തനാണ്, ഭഗവാന്റെ ഭക്തന്. ജഗന്നാഥ്പുരിയിൽ എല്ലാവരും ഭഗവാന്റെ ഫാൻസ് ആണ്. അവിടെ ഭക്തി എന്ന് പറയാൻ പറ്റില്ല, ഭഗവാന്റെ ഫാൻസ് എന്ന് വേണം പറയാനായിട്ട്. കാരണം അവർക്ക് ജഗന്നാഥനല്ല. എല്ലാ വീടുകളിലും നോക്കിയാൽ ഇങ്ങനെ രണ്ട് കണ്ണ് കാണാം നമുക്ക് എവിടെ പോയാലും. അവിടെ എല്ലാവരുടെ ലൈഫും വന്നിട്ട് അവർക്ക് ജഗന്നാഥ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവരുടെ ലൈഫിൽ. അപ്പൊ ഈ ഗാർഡനർ നോക്കാൻ നേരത്ത് പിടിച്ചോണ്ട് പോയി ഗാർഡനർ എന്ത് ചെയ്തു? ജയിലിലിട്ടു. അപ്പോ എല്ലാവരും വിഷമിച്ചു. അപ്പൊ ഈ ഗാർഡനർ ഭയങ്കര വിഷമിച്ചിട്ട് പറയും, അല്ലയോ ജഗന്നാഥ, ഞാൻ അങ്ങയുടെ ഷെൽട്ടർ മാത്രം, അങ്ങയുടെ പാദങ്ങൾ മാത്രമാണ് എനിക്ക് അഭയമായിട്ടുള്ളത്. ഞാൻ വളരെ വളരെ സിൻസിയർ ആയിട്ടാണ് ഞാൻ അവിടുത്തെ എന്ത് ചെയ്തത്, ആ പൂന്തോട്ടം ഞാൻ നല്ല രീതിയിൽ നോക്കി, വെള്ളമെല്ലാം ഒഴിച്ചു, പൂക്കൾ എന്തിനാണ് രാജാവിന്, അങ്ങയുടെ ഭക്തനായ രാജാവിന് ഈ പൂക്കളെല്ലാം കെട്ടി അങ്ങേക്ക് സമർപ്പിക്കാനായിട്ടാണ് ചെയ്തത്. അപ്പോ ഭയങ്കര വിഷമിച്ച് ഈ ഭക്തൻ കരഞ്ഞ് പ്രാർത്ഥിക്കും ജഗന്നാഥന്റെ അടുത്ത്. അപ്പൊ ജഗന്നാഥൻ എന്ത് ചെയ്യും? അന്ന് രാത്രി തന്നെ ആരുടെ സ്വപ്നത്തിൽ വരും? ഈ രാജാവിന്റെ സ്വപ്നത്തിൽ വരും. വന്നിട്ട് എന്ത് പറയും? ഈ ഗാർഡനർ എന്ന് പറയുന്നത് നിങ്ങൾ പിടിച്ച് കൂട്ടിനകത്ത് ജയിലിൽ ഇട്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല. പക്ഷെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അതിന്റെ ഇലകൾ ഒടിച്ചോണ്ട് പോയത്, അതിന്റെ ശിഖരങ്ങൾ ഒടിച്ചോണ്ട് പോയത് ഞാനാണ്. കാര്യം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഗാർഡൻ എന്ന് പറയുന്നത് എന്റെ വളരെയധികം വളരെ ഭക്തനാണ്. അതിന്റെ ഉപരി എന്റെ ഭക്തന്റെ ഭക്തനാണ്. അപ്പൊ ഇതിന്റെ ഇലകളെല്ലാം ഞാനാണ് എടുത്തിട്ട്, കാരണം എനിക്ക് അതിന്റെ ഫ്ലേവർ, അതിന്റെ സെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം നിങ്ങള് എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ചെടി എന്ന് പറയുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഗാർഡനിൽ ഇരിക്കുന്ന സ്ഥലം, ഈ രാജാവിന്റെ കൈ ഉണ്ടല്ലോ, കൈ മുറിഞ്ഞുപോയ കൈ സമാധി ചെയ്ത സ്ഥലത്തുനിന്ന് അതിന്നുണ്ടായ ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഭക്തിയോടുകൂടി, കാരണം അത്രയും എന്നെ ആലോചിച്ച് ഭക്തിയോടുകൂടി ചെയ്ത ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്ന് എനിക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ല രാജാവ് എന്ന് പറയും. അങ്ങയുടെ ഭക്തിയും അങ്ങയുടെ സ്നേഹം ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഇലകളില്ലാതെ എനിക്കിപ്പോ പറ്റുന്നില്ല എന്ന് പറയും. ആര് പറയും? ഈ ജഗന്നാഥൻ പറയും അദ്ദേഹത്തിന്റെ അടുത്ത്. അപ്പോ അദ്ദേഹം വന്നിട്ട് പറയും, നിങ്ങൾ എന്റെ കൈ മുറിച്ചിട്ട്, താങ്കൾ തന്നെ താങ്കളുടെ കൈ മുറിച്ചിട്ട് എനിക്കത് ഓഫർ ചെയ്തു. അപ്പൊ നിങ്ങളുടെ മന്ത്രി എന്ത് ചെയ്തു? ഇതിനെ കൊണ്ടുവന്ന് സമാധി ചെയ്തു. ഓക്കെ, അതുകൊണ്ട് ഈ പ്ലാന്റ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനി മുതൽ ആ പ്ലാന്റിനെ ദയാന എന്ന് അറിയപ്പെടുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ എവിടെയാണോ ആ സമാധി ചെയ്തത് അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭക്തൻ എന്ന് പറയുന്നത്, ഈ ഗാർഡൻ എന്ന് പറയുന്നത് എന്റെ ഭക്തനും കൂടെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് ഉടനെ തന്നെ റിലീസ് ചെയ്യണം. അത് മാത്രമല്ല, താങ്കൾ എനിക്ക് 100% ഇവിടെ എന്നെ ആലോചിച്ച് ഈ കൈ ഓഫർ ചെയ്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് തിരിച്ച് നിങ്ങളുടെ കൈ ഞാൻ തിരിച്ചു തരികയാണെന്ന് പറയും. അപ്പൊ ഈ രാജാവിന് കൈ ഇല്ലാത്തതും ബാക്കിയുള്ള കാര്യങ്ങളും രാജ്യം മുഴുവൻ അറിയാം, അദ്ദേഹത്തിന് കയറാൻ പറ്റുന്നില്ല അറിയാം. പക്ഷെ അദ്ദേഹത്തിന് ആ കൈ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കൈ അദ്ദേഹത്തിന് തിരിച്ചു വരും. അപ്പോ ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിക്കും സ്വപ്നത്തിൽ വന്നിട്ട്. അപ്പൊ പിറ്റേ ദിവസം ഈ സ്വപ്നം കഴിഞ്ഞിട്ട് രാജാവ് ഞെട്ടി എഴിക്കുന്ന സമയത്ത് നേരെ രാജാവ് എവിടെ പോവുകയാണ്? കാരാഗ്രഹത്തിലോട്ട് ഓടുകയാണ്. കാരണം ജഗന്നാഥൻ വന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭക്തന്റെ ഭക്തൻ, അത് ഭഗവാന്റെ ഭക്തൻ എന്ന് പറയുന്നത് പിന്നെ രാജാവിന് പിന്നെ വേറെ നോക്കാനൊന്നുമില്ല. അതേ ഓടിപ്പോയി ഭക്തനെ കാണുന്ന സമയത്ത് ഈ ജയില് തുറക്കുകയാണ്. ജയില് തുറക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കൈ, മുറിഞ്ഞുപോയ ഇടത്തെ കൈ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നു. അപ്പൊ ഭഗവാൻ വന്നിട്ട് ആ കൈ തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ജഗന്നാഥ്പുരിയില് രാജാവിന്. അപ്പോ ഇപ്പോഴും എന്നിട്ട് ഭഗവാൻ പറയും, സ്വപ്നത്തിൽ ഒരു ഇൻസ്ട്രക്ഷനോട് കൊടുക്കും, നാളെ വന്നിട്ട് ചൈത്ര മാസത്തില് ശുക്ലപക്ഷ ചതുർദശ തിഥിയാണ്. അതുകൊണ്ട് ഈ ഇല, എന്റെ ഭക്തന്റെ സ്നേഹം കൊണ്ട് നിർമ്മിച്ച ഈ ഇല, ഭക്തൻ എനിക്ക് ഓഫർ ചെയ്ത ഈ ഇല കൊണ്ട് എന്നെ ഡെക്കറേറ്റ് ചെയ്യണം. ഞാൻ ഈ ഇല മോഷ്ടിച്ചത്
ഒരു ഒരു എന്താ പറയുക ഒരു ആചാരമായിട്ട് എടുത്ത് ഒരു ചടങ്ങായിട്ട് എടുത്തിട്ട് ഇതൊരു ഫെസ്റ്റിവലായിട്ട് ആഘോഷിക്കണമെന്ന് പറയും. ഇങ്ങനെ ജഗന്നാഥ് പറഞ്ഞിട്ട് തിരിച്ചു പോവും. അപ്പോൾ രാജാവ് ഇങ്ങനെ വരികയും ഇതെല്ലാം ചെയ്യുകയും ചെയ്യും. അപ്പോ ഇപ്പോഴും ഈ ചൈത്രപക്ഷത്തില് ചൈത്രമാസത്തില് ശുക്ലപക്ഷത്തില് ഈ ആചാരം ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഇവിടെ പ്രഭുപാദ് പറഞ്ഞ പോലെ ഭക്തന്മാര് അത് പ്രത്യേകിച്ച് ക്ഷത്രിയരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭക്തിയായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമ്മൾ ഭഗവാന്റെ ഭക്തി നല്ല രീതിയിൽ എല്ലാവരും ചെയ്യുക. പ്രഭുപാദ് പറഞ്ഞതുപോലെ എന്തൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പ്രോബ്ലംസ് നമുക്കുണ്ടായാലും നമ്മൾ ഭഗവാനെ നല്ല രീതിയിൽ സ്മരിക്കുക. ഭഗവാനെ നല്ല രീതിയിൽ സ്മരിച്ചതിന് ശേഷം നമുക്ക് എന്തൊക്കെ ചലഞ്ചസ് വരുന്നു അതെല്ലാം ഭഗവാന്റെ പ്രസാദമാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ഹരിനാമം ജപിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അസോസിയേഷൻ കിട്ടട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ പേഴ്സണൽ അസോസിയേഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയാമെന്നുള്ള കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ ഭക്തന്മാരോടായിട്ട് ചെക്ക് ചെയ്തിട്ട് അത് ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. Thank you, Prabhu. Hare Krishna. Pranam Prabhu, thank you. Hare Krishna. Prabhuji, pranam. Prabhuji, Hare Krishna. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ചക്ര. ഹരേ കൃഷ്ണ. ജഗന്നാഥപുരിയിലെ ഭക്തരുടെ പറ്റി പറയുമ്പോൾ ഞാൻ ഇതിലോ വായിച്ചിട്ടുണ്ട്. അതായത് ഉപരിലോകങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ജഗന്നാഥപുരിയിലുള്ളവർക്ക് ചതുർബാഹുക്കളായിട്ടാണ് കാണുന്നതെന്ന് പറയും. അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇതിൽ. അതുപോലെ തന്നെ മറ്റേ രൂപഗോസ്വാമിയുടെയും സനാതന ഗോസ്വാമിയുടെയും കഥ പറഞ്ഞില്ലേ, അതില് അതായത് ഈ ഭക്ഷണം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഭൂമിയിലെ ടേസ്റ്റ് അല്ല എന്ന് പറയും. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ഇത് ഭൂമിയിലുള്ള ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അല്ല, അങ്ങനെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ ഇപ്പോഴും അത് ആഘോഷിക്കുമ്പോ ഈ ഭഗവാനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് അവിടുത്തെ മാലിയാണ്. അതായത് തോട്ടത്തിലുള്ള ആളാണ് ഈ ഇല പറിച്ചുകൊണ്ട് പോയിട്ട് ഭഗവാൻ അങ്ങനെ ഓതറൈസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. കാരണം ഭക്തന്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഭഗവാൻ അവിടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, 9 മണിയായി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. പ്രഭു, ആ മരത്തിന്റെ പേര് പറഞ്ഞ എനിക്ക് ക്ലിയർ ആയില്ല. എന്തോ ദയാന എന്നാണ് മാജി പറഞ്ഞിരിക്കുന്നത്. ദയാന. അതിൽ പറയുന്നത് ശുക്ലപക്ഷ ചതുർദശ തിഥിയില് ഇപ്പോഴും ഭഗവാന്റെ വിഗ്രഹങ്ങൾ വന്നിട്ട് ഈ ദയാന എന്ന് പറയുന്ന അതായത് രാത്രി വന്ന് ഭക്തന്മാർ ഒളിച്ചു വന്ന് ഭഗവാൻ സ്റ്റീൽ ചെയ്യുന്ന പോലെ ഈ ഇലകളെല്ലാം കൊണ്ടുവന്ന് ഭഗവാനെ ഡെക്കറേറ്റ് ചെയ്യും. ഈ ദയാന പ്ലാന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കൊണ്ടുവന്ന് ഭഗവാനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഭഗവാനെ ഡെക്കറേറ്റ് ചെയ്ത് അതൊരു ആഘോഷമായിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ആ സ്ഥലത്തിന്റെ പേരെന്താണ് പ്രഭു? ഹരേ കൃഷ്ണ പ്രഭു. സ്ഥലം ഭഗവാന്റെ ഗാർഡൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാജി. ഭഗവാന്റെ പൂന്തോട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണേ നമ്മൾ അടുത്ത ആഴ്ച പോണ് പുരിയില്. അപ്പൊ ശരി, ഞാനും ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് മാജി. കാരണം മഹാരാജ് എഴുതിയ ആ ബുക്കിൽ നിന്നാണ് എനിക്കും ഈ സ്റ്റോറി കിട്ടിയത്. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന മാർച്ച് ഏപ്രിൽ എന്ന് എഴുതിയിട്ടുണ്ട് മാജി. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇത് വരുന്നത്. മന്ത് വരുന്ന ആ സമയത്താണ്. അപ്പോഴിപ്പോഴും കാണാൻ പറ്റൂല. ഇപ്പം അത് ഈ ലീല നടക്കുന്നത് കൃഷ്ണ ബലറാം അവിടെ വന്ന് ജഗന്നാഥ് വല്ലഭ ഗാർഡൻ അവിടെ സൈലന്റ് ആയിട്ട് വന്ന് സ്റ്റീൽ ചെയ്തിട്ട് പോകുന്നതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഒരു പോയിന്റ് പറഞ്ഞാൽ നല്ല, നമ്മള് ഭഗവാനിൽ നിന്ന് ഇങ്ങോട്ടല്ല അങ്ങോട്ടാണ് സേവനം ചെയ്യുന്നത് പറഞ്ഞാൽ നല്ലൊരു പോയിന്റ് പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാജി ക്ലോസ് ചെയ്യാം മാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ. വളരെ നന്ദി പ്രഭു. വളരെ നന്നായിരുന്നു ക്ലാസ്. താങ്ക് യു ചക്ര. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യാം ബ്രോ. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു ചക്ര പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.